ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നിന്നെ ഒരാളെ ഓർത്തു മാത്രമാണ് ഞാൻ രാജുവിനെ ഇതുവരെ ദേഹോപദ്രവൊന്നും ഏൽപ്പിക്കാതിരുന്നത്. അവനായിട്ട് ഇനി എന്റെ മകന്റെ വിവാഹത്തിന് തടസ്സം നിന്നാ പിന്നെ എനിക്ക് അതിരുവിട്ട് പ്രവർത്തിക്കേണ്ടി വരും. മനസ്സിലായോ? ഹൃതികാമാരത്തോട് നീ ചെയ്തത് മാപ്പർഹിക്കാത്ത തെറ്റാണ്. എല്ലാം തെറ്റായിരുന്നു എന്ന തിരിച്ചറിവ് നിനക്കുണ്ടാവുമ്പോ ഒന്ന് പശ്ചാത്തപിക്കാൻ പോലും നിനക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഇന്ന് ഈ കുടുംബത്തിൽ വീണ ഹൃതിക മാഡത്തിന്റെ കണ്ണുനീരിന് നീ കണക്ക് പറയേണ്ടി വരും മോനെ, നീ കണക്ക് പറയേണ്ടി വരും. ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞ അത് ശരിയാവില്ല. ഇത് ഋത്തികമ്മയുടെ തന്നെ കൊണ്ടുപോയി കളയണം. അതിനുശേഷം എന്നെയും ഋതികമ്മയുടെ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റണം. കരയുവാണോ? ഇല്ലമ്മേ, അച്ഛൻ എന്നോട് പറഞ്ഞത് കേട്ടില്ലമ്മേ. അച്ഛൻ എന്നെ ശപിച്ചത് കേട്ടില്ലേ? ശരിയാ, ഞാൻ തെറ്റുകാരനാ. ഞാനാ തെറ്റുകാരൻ. ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ അനുഭവിക്കും. അനുഭവിച്ചോളാം. ഞാൻ എന്ത് വേണമെങ്കിലും അനുഭവിച്ചോളാം. ഞാൻ എന്ത് വേണമെങ്കിലും സഹിക്കും. പക്ഷെ എന്റെ അച്ഛൻ എന്നെ മനസ്സിലാക്കാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ എനിക്കത് സഹിക്കാനാവില്ല. മോനെ, അച്ഛൻ വിഷമം കൊണ്ട് പറഞ്ഞതല്ലേടാ. എനിക്കും അറിയാം. ഋതിക മാഡത്തിന് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു എന്ന് വെച്ച് ഞാൻ എങ്ങനെയാ മാഡത്തെ എന്റെ നാവിന്ന് ഋതിക മാഡം എന്നല്ലാതെ ഇത്രയും കാലം ഞാൻ ആ കുട്ടിയെ പേരെടുത്ത് പോലും വിളിച്ചിട്ടില്ല. വർമ്മ സാർ എന്നെ വിശ്വസിച്ചു എന്റെ കയ്യിൽ ഏൽപ്പിച്ച സാറിന്റെ മകളെ ഞാൻ എങ്ങനെയാ മോനെ, കരയാതട. അമ്മയുടെ പൊന്നുമോൻ കരയരുത്. എല്ലാം അമ്മയ്ക്ക് മനസ്സിലാവും. സോറി അമ്മ, ഞാൻ നിങ്ങളെല്ലാവരും വിഷമിപ്പിക്കാണെന്ന് എനിക്കറിയാം. പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് ഇങ്ങനെ പറ്റൂ. ശരി, നീ കരഞ്ഞത് മതി. കൊച്ചുകുട്ടികളെ പോലെ ഇങ്ങനെ കരയാതെ. അമ്മ മോനെ
കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണുട്ടാ, നിങ്ങൾ എന്തിനാ അത്രയും കടുപ്പിച്ച് അവനോട് സംസാരിച്ചത്? രാധേ, ഞാൻ എനിക്ക് മനസ്സിലാവും. എന്നാലും വേണ്ടായിരുന്നു. അവനെ വിഷമിപ്പിക്കണ്ടായിരുന്നു. നമുക്ക് കാര്യങ്ങള് പതിയെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇനി അവനെ എന്തു പറഞ്ഞ് മനസ്സിലാക്കും? അംബിക മാഡം എടിപിടിയുന്ന ആ കുട്ടിയുടെ വിവാഹം നടത്തും. ഈശ്വരൻ ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല വേണുട്ടാ. എല്ലാം അങ്ങനെ ഈശ്വരനെ ചാരിയിട്ട് കാര്യമില്ലടി. എന്തെങ്കിലും നടക്കണമെങ്കിൽ അകത്തിരിക്കണം നമ്മുടെ മോൻ തന്നെ വിചാരിക്കണം. അതെ രമ്യ, അവിടെ രാജുവിന്റെ മനസ്സിന് ഇളക്കമൊന്നുമില്ലല്ലോ. ഇല്ല അംബിക മേഡം. രാജുവിന്റെ അച്ഛൻ വേണുവെങ്കിലും രാധമ്മയും ചേച്ചിയൊക്കെ രാജുവിനെ മാറി മാറി ഗുണദോഷിച്ചു. പക്ഷേ ഇതുവരെ രാജുവിന് കുലുക്കമൊന്നുമില്ല. അതങ്ങനെ തന്നെ തുടരണം. ഋതികയെ ദീപക്ക് താലി കെട്ടുന്നത് വരെ അവന്റെ മനസ്സിളകാൻ പാടില്ല. ഇല്ല അംബിക മേഡം, അങ്ങനെ ഉണ്ടാവില്ല. എനിക്ക് ഉറപ്പാ. രാജുവിന്റെ മനസ്സില് ഋതികയുടെ അല്പമെങ്കിലും പ്രണയം ഉണ്ടെങ്കിലല്ലേ ദീപക്കുമായുള്ള ഋതികയുടെ വിവാഹം മുടക്കാൻ രാജു ചിന്തിക്കൂ. രാജു ഇനി ഒന്നിനും വരില്ല. എനിക്ക് 100% ഉറപ്പാ. ആ 100%-ൽ 1% നമുക്ക് പാളിപ്പോയാ പിന്നെ എല്ലാം തീരും. ഋതികയെ അവന് വേണോന്ന് അവന്റെ മനസ്സിൽ തോന്നിയാ പിന്നെ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ വെറുതെ ആവും. കുറച്ചു മുമ്പ് കൂടി രാജുവിനോട് വേണുവെങ്കിള് പറയുന്നതേ ഞാൻ മാറിയെന്ന് കേട്ടതാ. വേണുവെങ്കിള് രാജുവിനെ ഋതികയുടെ കാര്യത്തിലെ ഒരുപാട് ഗുണദോഷിച്ചു നോക്കിയിട്ടും രാജു ഒരു അക്ഷരം പോലും വേണുവെങ്കിളോട് പറഞ്ഞില്ല. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? രാജുവിന് ഋതികനെ വേണ്ടെന്നല്ലേ? ആ, അർത്ഥവും വ്യാകരണവും ഒക്കെ അവിടെ നിക്കട്ടെ. നിന്നെ ഒരാളെ ഓർത്തു മാത്രാ ഞാൻ രാജുവിനെ ഇതുവരെ ദേഹോപദ്രവൊന്നും ഏൽപ്പിക്കാതിരുന്നത്. അവനായിട്ട് ഇനി എന്റെ മകന്റെ വിവാഹത്തിന് തടസ്സം നിന്നാ പിന്നെ എനിക്ക് അതിരുവിട്ട് പ്രവർത്തിക്കേണ്ടി വരും. മനസ്സിലായോ? അംബികമ്മയുടെ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. രാജു നടക്കാൻ പോകുന്ന വിവാഹത്തിൽ ഇടപെടില്ല. ഇടപെടാതെ ഞാൻ നോക്കിക്കോളാം. നിന്റെ ശ്രദ്ധാവലയത്തിൽ അവനുള്ളതാ എന്റെ ഏക ആശ്വാസം. പിന്നെ എന്തെങ്കിലും സംശയിക്കുന്ന രീതിയിൽ രാജുവിന്റെ വീട്ടിൽ എന്തെങ്കിലും നടന്നാ നമുക്കെതിരെ ചെറിയ നീക്കമെങ്കിലും ആരെങ്കിലും പ്ലാൻ ചെയ്താ അതപ്പ തന്നെ നീ എന്നെ അറിയിക്കണം. അറിയാലോ, ഇത് നിന്റെയും കൂടെ ജീവിത പ്രശ്നമാ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാ അത് പരിഹരിച്ചെന്ന് പറയാനേ ഞാൻ അംബിക മേഡത്തിനെ വിളിക്കൂ.